ആശ ബിനോജി ആശാസ് കിച്ചൺ കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ ബിരിയാണിയാണ്. ഡയറക്റ്റ് എന്ന് പറയുക. അപ്പൊ നമ്മുടെ കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കപ്പ ബിരിയാണിക്ക് ആവശ്യമായ ബീഫ് എല്ലോട് കൂടിയുള്ളത് 1 കിലോ ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം കുക്കറിലൊന്ന് വേവിക്കണം. അതിനകത്ത് പൊടികളെല്ലാം ചേർത്തിട്ട് നമുക്കതിനെ വേവിച്ചെടുക്കാം. മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ ആണ് ഇടുന്നത്. ഇത് 1/2 ടേബിൾ സ്പൂണിന്റെ മെഷർമെന്റ് ആണ്. 1.5 ടേബിൾ സ്പൂൺ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ള് ജീരകം, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇത് ഞാൻ പൊടിച്ചത് തന്നെയാണ്. ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി, അതിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കറിൽ അത് വേകുന്നിടം വരെ കുക്കറിൽ അടിക്കുക. അതിനാവശ്യമായ വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിന് അധികം വെള്ളം ആവശ്യമില്ല. നമ്മൾ ഒത്തിരി കുഴച്ചല്ല എടുക്കുന്നത്. ഇതിനാവശ്യമുള്ളൂ. ഇതൊരു കുഞ്ഞു ഗ്ലാസ്സാണ്. അതിനൊരു 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ. ഈ ഗ്ലാസ് അത് കുഞ്ഞൊരു ഗ്ലാസ്. അത് നമുക്ക് ഗ്യാസിലോട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുന്നത് വരെ വിസിലടിച്ച് അത് അവനവരുടെ കുക്കറിനനുസരിച്ചാണ് വേഗം വിസിലും ഒക്കെ തീരുമാനിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 6 വിസിൽ കൊടുത്താൽ മതി. അടുത്തത് ഞാൻ കപ്പ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ നിന്ന് പറിച്ചെടുക്കുന്നതാണ്. കപ്പയുടെ അത്രയും ഫ്രഷ്നസ് ഒന്നുമില്ല. ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഇത്രയും വലുപ്പത്തില് നമ്മൾ ഇങ്ങനെ ഇതുപോലെ കൊത്തിയെടുക്കണം. ഇതിന്റെ നാരൊക്കെ കളയണം. നമ്മളിങ്ങനെ കൊത്തി വരുമ്പോൾ ഈ നാര് വരും. പൊട്ടിച്ച് കളയണത്. നാരൊന്നും ഇല്ലാതെ വേണത് കപ്പ ബിരിയാണിക്ക് റെഡിയാക്കി എടുക്കാൻ. കപ്പ ബിരിയാണിക്ക് ആവശ്യമായ 4 സവോള ഇവിടെ എടുത്തിട്ടുണ്ട്. 3 സവോള നമ്മൾ വഴറ്റാൻ എടുക്കും. 1 സവോള ലാസ്റ്റ് നമുക്ക് അരിഞ്ഞിടാനായിട്ട് വേണ്ടിയതാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട്. 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയുണ്ട്. പിന്നെ ഇത് കടുക് പൊട്ടിക്കാനുള്ള സാധനമാണ്. അതിൻ്റെ കൂടെ ഇച്ചിരി തേങ്ങയും കൂടെ ഉണ്ട്. അത് ഐസ് പോകാൻ വെച്ചേക്കുക, അതുകൊണ്ട് കാണിച്ചിട്ടില്ല. പിന്നെ വെള്ളം ഉപ്പിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് കപ്പയിട്ട് ഊറ്റണം. ഒരു പാതി വേവായി നമുക്കത് ഊറ്റണം. ഈ കപ്പ പെട്ടെന്ന് വേകുന്നതായതുകൊണ്ട് നമുക്കൊരു തള മതി. ആ കപ്പ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ അരിഞ്ഞെടുക്കണം. കപ്പ ഇടാൻ ആവശ്യമായ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇത് 1.5 കിലോ കപ്പയാണ്. ഇതുപോലെ കൊത്തി എടുത്തിട്ടുണ്ട്. ഇത് പതിയെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. കപ്പ തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുക്കാം. അതിനൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകണം. അധികം വെളിച്ചെണ്ണയൊന്നും ആവശ്യമില്ല ഇതിന്. ആ സവോള വഴറ്റാൻ മാത്രം വെളിച്ചെണ്ണ കൊടുത്താൽ മതി. അതിന് ഇത്ര അളവൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച സവോള അങ്ങോട്ട് കൊടുക്കുക. ഞാൻ നന്നായി സവോള ചേർത്തിട്ടുണ്ട്. ഈ സവോള ചുവന്ന് വരുന്നത് വരെ മൂക്കണം. എന്നുവെച്ചാൽ നമ്മൾ ബിരിയാണിക്കൊക്കെ സവോള വഴറ്റുന്ന പോലെ തന്നെ ഒരു നന്നായി ഒന്ന് ചുവക്കണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തെടുത്തു. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കപ്പ വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇവിടെ. ആ കൂട്ടത്തിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചച്ചവ മാറുന്നിടം വരെ ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് നമ്മുടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പകുതി തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇതിനകത്തോട്ടാക്കി വെക്കാം. പെട്ടെന്ന് വേകുവേ ഇങ്ങനെ വെച്ചാൽ. ഇനി ഞാൻ ഇടാൻ പോകുന്നത് ഈ സവോളയ്ക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, 1 ടീസ്പൂൺ മുളക് പൊടി, നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം.
ഇനി നമുക്ക് ബീഫ് ഇതിലായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല നെയ്യുള്ള ബീഫാണ്. ഇതിനകത്തുള്ള മസാലയൊക്കെ ഇതിനകത്തോട്ട് വടിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. ബീഫ് മുക്കാലും വെന്തതാണ്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് തീ കൂട്ടി വെക്കാം. ഇത്രയും വെള്ളം കൂടെ ഞാൻ കുക്കറിനകത്തോട്ട് കഴുകി ഒഴിക്കണേ. ഇനി തിളച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരണം. ഇളക്കി കൊടുക്കാം. ചിക്കൻ പൊടിയുന്ന സാധനം അല്ലാത്തതുകൊണ്ട് ഇളക്കി കൊടുക്കും. ഈ ബീഫിലേക്ക് ഞാൻ കപ്പ ചേർത്ത് കൊടുക്കുകയാണ്. പതിയെ മിക്സ് ചെയ്ത് ഇതിനകത്ത് ആക്കണം. അതൊന്ന് അടച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഇളക്കി പൊടിച്ചെടുക്കണം. ഞാൻ അടച്ചു വെക്കുക. ഇതിന്റെ വെള്ളം വറ്റി വരുന്നിടം വരെ ഒന്ന് ആവി കയറി വേവണം. അപ്പോഴത്തേനും ഞാൻ കടുക് പൊട്ടിച്ചിടാൻ പോവാം. കടുക് പൊട്ടിച്ചെടുക്കാൻ പോവാ. എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ. ഞാൻ സാധനം കാണിക്കാം. അതായത് ഉണ്ടോ, നല്ല നെല്ലിക്ക കഴിഞ്ഞ ദിവസം ലുലുന്ന് കിട്ടി. പിന്നെ എൻ്റെ ഫ്രണ്ട് മണി എനിക്ക് കുറച്ച് കാന്താരിയും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഉപ്പിലിട്ട നെല്ലിക്ക. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അല്പം സവാള ഒത്തിരി വേണ്ട. പിന്നെ ഒരു 2 വറ്റൽമുളക് മുറിച്ചത്, കുറച്ച് കറിവേപ്പില, ഈ തേങ്ങയും കൂടെ ഞാൻ ഇങ്ങോട്ട് വഴറ്റുന്നുണ്ട്. ചുവന്ന കളറാവുന്നത് വരെ മൂപ്പിക്കാൻ പറ്റും. വെന്ത കപ്പ നമ്മളിങ്ങനെ ഇതിനോട് പൊടിച്ച് ചേർക്കണം. ഇവിടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാൻ ഒത്തിരി വെള്ളം പോലല്ല എടുക്കുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ നല്ല കുഴച്ചെടുക്കണം. പക്ഷേ വെള്ളം ഇല്ലാതെ കുഴച്ച്. ഇത് നമ്മളൊക്കെ നേരത്തെയൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വെള്ളമയത്തോടുകൂടിയാണ് നമുക്ക് കിട്ടാറുള്ളത്. പക്ഷെ ഞാൻ അങ്ങനല്ല, എനിക്ക് ഇച്ചിരി ഡ്രൈ ആയിട്ട് വേണം. ഇങ്ങനെ കപ്പ നല്ല പൊടിച്ച് ഇതിനോട് ചേർക്കണം. അതിങ്ങനെ ഇളക്കി ചേർത്തിട്ടുണ്ട്. നമ്മൾ കടുക് പൊട്ടിച്ച് വെച്ചിരിക്കുന്നതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ വറുത്തതും ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് കാണിക്കാമേ. മല്ലിയില കൂടി തൂവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല ചൂടോട് കൂടി കപ്പ ബിരിയാണി, ആവി വറക്കുന്ന കപ്പ ബിരിയാണി. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സവോള അരിഞ്ഞ് ചെറുതായിട്ടിടും. ബിരിയാണി എല്ലാം ആക്കി കഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ സവോള ചെറുതായിട്ട് അരിഞ്ഞിടും. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ഇച്ചിരി മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതാണ് നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. പിന്നെ അതിൻ്റെ കോമ്പിനേഷൻ നമ്മുടെ കട്ടത്തൈര് അതിൻ്റെ കോമ്പിനേഷനാണ്. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു വിഭവമായി ഞാൻ എത്തുന്നത് വരെ എല്ലാവർക്കും ബൈ.